ഒരു നാടൊന്നാകെ ഒരു ചെറുപ്പക്കാരന് വിട ചൊല്ലാൻ ഒരുങ്ങുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ണാടിക്കൽ ഗ്രാമം തേങ്ങുകയാണെങ്കിൽ പോലും ഈ നാടിനു വേണ്ടി കൂടി വീടിനു വേണ്ടി കൂടി ജീവിച്ച ഈ ചെറുപ്പക്കാരന് അന്ത്യയാത്രാമൊഴി ചൊല്ലാൻ ഈ നാട് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കെ ആർ ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഗോപി, കേൾക്കാൻ കഴിയുമെങ്കിൽ ഗോപിയുടെ മനസ്സിൽ ഇപ്പോൾ അർജുനെക്കുറിച്ച് ഉയർന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? എസ് കെ, നമുക്ക് ഷിരൂരിൽ അർജുനെ കാണാതായ നാൾ മുതൽ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ടാണ് അർജുന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പിന്നീട് ഓരോ സമയങ്ങളിലും, അതായത് ഈ രക്ഷാദൗത്യം നടന്ന ഓരോ മണിക്കൂറുകളിലും ഓരോ നിമിഷത്തിലും കേരളത്തിന്റെ ഹൃദയമിടിപ്പിനൊപ്പം നിന്നുകൊണ്ട് നമ്മളും അർജുൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ഒരു പക്ഷേ വലിയ ഒരു മിറാക്കിൾ സംഭവിച്ചുകൊണ്ട്, വലിയൊരു അത്ഭുതം സംഭവിച്ചുകൊണ്ട് അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ധാരാളം ദിവസങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അർജുന്റെ ശരീരം അവിടെ നിന്ന് കണ്ടെടുത്ത സമയത്ത് ഞാൻ ഇവിടെ കണ്ണാടിക്കലിലെ വീട്ടിൽ വന്നിരുന്നു. ആ കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിൽ ചെന്ന് നാട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ, വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് ഒന്നാകെ എന്ന് എനിക്ക് ബോധ്യമായത്. ഇപ്പോൾ കണ്ണാടിക്കൽ ഈ അർജുൻ ഒരു ചെറുപ്പക്കാരൻ നിലയിൽ വളരെ സജീവമായി നിന്നിരുന്ന കണ്ണാടിക്കൽ എല്ലാ ആവശ്യങ്ങൾക്കും അർജുൻ എത്തിയിരുന്ന ഇവിടുത്തെ യുവജന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ച കലാ ക്ലബിൽ പങ്കെടുത്തുന്ന അർജുൻ നിന്നിരുന്ന ഈ സ്ഥലത്ത് എത്തുമ്പോഴാണ് നാട്ടുകാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിരുന്നു അർജുൻ. ഇന്നിപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ നാട്ടുകാർക്കൊക്കെ അർജുനെ കുറിച്ച് പങ്കുവെക്കാൻ ചില നല്ല ഓർമ്മകളുണ്ട്. നമ്മുടെ സ്വന്തം, നേരത്തെ സജോ പറഞ്ഞതുപോലെ തന്നെ, സ്വന്തം കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണ്, ആ വേദനയാണ് ഇവിടെ തടിച്ച അർജുനെ അവസാനമായി കാണാൻ വേണ്ടി, പ്രണാമം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന നാട്ടുകാരുടെ ഒക്കെ മനസ്സിലുള്ള ഒരു പൊതുവികാരം. നമുക്കറിയാം, നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 16-ാം വയസ്സിൽ വളയം പിടിച്ചു തുടങ്ങിയതാണ് അർജുൻ. കുടുംബത്തിന്റെ നെടും തൂണായി മാറിയ അർജുൻ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് അത്ര തന്നെ പരിചയമല്ലാത്ത തരത്തിലുള്ള ഇടപെടൽ നടത്തിയിരുന്ന ആളാണ് അർജുൻ. പക്ഷേ എപ്പോഴാണ് മൃതദേഹം കൊണ്ടുവരിക, എന്തൊക്കെയാണ് വിവരങ്ങൾ കിട്ടിയത്? ഇപ്പോൾ ഏകദേശം ഇങ്ങോട്ട് എത്താനായി എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പുള്ളാടിക്കുന്നിനിപ്പുറത്തേക്ക് ഒരു വിലാപയാത്ര എന്നുള്ള നിലയിൽ ഒരുപാട് പേര് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിലയിൽ ഇങ്ങോട്ട് വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരും. 8 മണിയോടുകൂടി ഇവിടെ എത്തുമെന്ന് നമുക്ക് കരുതാവില്ല, എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരമൊരു വളരെ വൈകാരികമായ ഒരു സന്ദർഭം കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായും അർജുൻ്റെ നാട്ടുകാരും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും എല്ലാവരും അർജുൻ്റെ ഭൗതിക ശരീരം കാണുന്നതിനും അതോടൊപ്പം തന്നെ ആ ദുഃഖത്തിൻ്റെ ഭാഗമാകുന്നതിനും സ്വാഭാവികമായും വന്നു ചേരും. അപ്പോഴുണ്ടാകുന്ന ഒരു തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. ഈ നാട്ടുകാരെ സംബന്ധിച്ചപ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ആളുകളൊക്കെ തന്നെ, ഇപ്പോൾ നാട്ടുകാർ മാത്രമല്ല, സത്യത്തിൽ അയൽ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും എനിക്ക് തോന്നുന്നു അർജുൻ്റെ ഈ വിയോഗത്തിന് ആ തരത്തിൽ അതിവൈകാരികമായാണ് അവരതിനെ കാണുന്നത്, അല്ലേ? കുറേ നാളുകളായി അർജുൻ നമ്മളെ എല്ലാവരുടെയും കുടുംബത്തിലുള്ളൊരു അംഗത്തെ പോലെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ, അതോടൊപ്പം തന്നെ കാത്തിരിപ്പ്, അത് കേരളത്തിൻ്റെ എല്ലാ വിഭാഗം വരുന്ന ജനങ്ങളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ ആവശ്യമെന്ന പോലെ മാറിക്കഴിഞ്ഞൊരു കാര്യമാണ്. സ്വാഭാവികമായും കേരളീയരുടെ, മലയാളികളുടെ വൈകാരികമായ ഒരു വലിയ അടുപ്പം അർജുനും അർജുൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിപ്പോഴുണ്ട്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പമായിരുന്നു നമ്മളെല്ലാം. കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ മനസാക്ഷിയാകെ ആ ദുഃഖത്തിൽ നിൽക്കുന്നൊരു സന്ദർഭത്തിലാണ് ദുഃഖകരമായ ഒരു വാർത്തയിൽ നമുക്കിപ്പോൾ അർജുൻ്റെ തെരച്ചിൽ അവസാനിപ്പിച്ചു. അർജുൻ്റെ ഭൗതിക ശരീരം ലഭ്യമായി. ദുഃഖകരം ആയ ഒരു 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 സന്ദർഭത്തിലൂടെയാണ് സ്വാഭാവികമായും കേരള നാടാകെ കടന്നു പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അർജുൻ എന്ന് പറഞ്ഞത് ആ കുടുംബത്തിന്റെ അത്താണിയാണ്, ആ കുടുംബത്തിന്റെ നെടും തൂണാണ്. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ കുടുംബം അനാഥരായിരിക്കുകയാണ്, അനാഥമാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കുടുംബത്തിനൊരു പിന്തുണ, ഒരു സഹായം ഇനിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും. ആ കുടുംബത്തെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കണമെന്നാണ് ജനങ്ങളാകെ കാണുന്നത്. കേരളത്തിലെ ഗവൺമെൻറ്റും ഔദ്യോഗിക സംവിധാനങ്ങളുമെല്ലാം ആ കരുതൽ എല്ലാ സന്ദർഭത്തിലും കേരളത്തിലെ ഈ അർജുൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതിൽ മറ്റു പ്രയാസങ്ങൾ വരുമെന്ന് ഞാൻ കരുതുന്നില്ല.